വയനാട് കൽപ്പറ്റ KSRTC ഡിപ്പോയിൽ ഡീസൽ പ്രതിസന്ധിയെ തുടർന്ന് 4 സർവീസുകൾ മുടങ്ങി. വടുവഞ്ചാൽ, മാനന്തവാടി, വൈത്തിരി ഭാഗത്തേക്കുള്ള സർവീസുകളാണ് മുടങ്ങിയത്. കൽപ്പറ്റയിൽ ബസ്സുകൾ ഓട്ടം നിർത്തി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. വയനാട്ടിൽ നിന്ന് സുർജിത്ത്, എന്താണ് പെട്ടെന്ന് അത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് അവിടെ കാര്യങ്ങൾ പോയത്? വിജയകുമാർ, 2 ദിവസമായി പ്രതിസന്ധിയുണ്ട്. പക്ഷേ ഇന്ന് പ്രതിസന്ധിയുടെ ആഴം അല്പം കൂടുതലാണ്. അതായത് KSRTC ബസ്സുകൾ സർവീസ് നിർത്തിവെക്കേണ്ട ഒരവസ്ഥയാണ് ഉള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ധനക്ഷാമം തന്നെയാണ്. IOCക്ക് മാനേജ്മെന്റ് പണം നൽകാനുണ്ട്. അതുകൊണ്ട് തന്നെ IOC ഇന്ധന വിതരണം നിർത്തിയതാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ് ജീവനക്കാരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. പല സർവീസുകളും ഇന്ന് രാവിലെ മുതൽ തന്നെ നിർത്തിയ ഒരവസ്ഥയാണുള്ളത്. വൈത്തിരിയിലേക്കും ചോലാടിയിലേക്കും മാനന്തവാടിയിലേക്കും എല്ലാം പോകുന്ന സർവീസുകൾ ഏറ്റവും പ്രധാനമായും കൽപ്പറ്റ ഡിപ്പോയിലാണ് മുടങ്ങിയിരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി ബത്തേരി ഡിപ്പോയിലും ഒപ്പം തന്നെ മാനന്തവാടി ഡിപ്പോയിലുമുണ്ട്. മാനന്തവാടി ഡിപ്പോയിൽ ശേഷിക്കുന്നത് വളരെ കുറച്ച് ഇന്ധനം മാത്രമാണ്. സ്വാഭാവികമായും അത് അടുത്ത ഘട്ടത്തിൽ അത് മാനന്തവാടി ഡിപ്പോയെ ബാധിക്കും. ബത്തേരിയിലും സമാനമായ രീതിയിലുള്ള പ്രതിസന്ധിയുണ്ട്. ചില അന്തർ സംസ്ഥാന സർവീസുകളും മുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ട്. അതാണ് ഒരു പൊതു അവസ്ഥ. ഇത് വേഗം പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടാകണമെന്നും ഇന്ധനം ലഭ്യമാക്കണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ചൂരൽമല അടക്കമുള്ള പ്രദേശങ്ങളിലേക്കുള്ള KSRTC സർവീസുകളാണ് തടസ്സപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. പ്രാദേശികമായ സർവീസുകളാണ് ഏറ്റവും അധികം പ്രാദേശികമായുള്ള, അതായത് ഇതിന് കൽപ്പറ്റയ്ക്ക് അടുത്തുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളെല്ലാം തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് KSRTC സർവീസുകൾ നിർത്തിവെച്ചതിന്റെ ഭാഗമായി വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട്. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.